പോയ വാരത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചർച്ചയാവാതെ പോകുകയും ചെയ്ത വിഷയങ്ങളും സംഭവങ്ങളും പരിശോധിക്കുകയാണ് ഫോഗട്ട് ആൻഡ് ഫോക്കസ്. ഇറക്കുമതിയല്ല, ഇനി ഓൺലി കയറ്റുമതി. അതിപ്പോൾ സ്മാർട്ട് ഫോൺ ആയാലും ശരി, പരമ്പരാഗത ചരക്കുകളെല്ലാം മറികടന്ന് സ്മാർട്ടായി മുന്നേറുകയാണ് ഭാരതത്തിൽ നിന്നുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി. മേക്കിംഗ് ഇന്ത്യ എന്ന പദ്ധതി എങ്ങനെയാണ് ഈ രാജ്യത്തെ മാറ്റിയെടുക്കുന്നത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാവുകയാണ് സ്മാർട്ട് ഫോൺ കയറ്റുമതിയിലെ ഈ വലിയ വളർച്ച. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നമായി സ്മാർട്ട് ഫോണുകൾ മാറി. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മാത്രം ഏകദേശം 5 മടങ്ങാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത്. ജപ്പാനിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി 4 മടങ്ങും വർദ്ധിച്ചുവെന്നത് ഈ മേഖലയിൽ രാജ്യത്തിൻ്റെ പുരോഗതിയെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. 2023-24 കാലയളവിൽ $15.57 ബില്യൺ, 2022-23 കാലയളവിൽ $10.96 ബില്യൺ ആയിരുന്ന സ്മാർട്ട് ഫോൺ കയറ്റുമതി 2024-25 എത്തിയപ്പോൾ 55% ഉയർന്ന് $24.14 ബില്യൺ ആയി. US, നെതർലാൻഡ്സ്, ഇറ്റലി, ജപ്പാൻ, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിലേക്കാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺ കയറ്റുമതി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ $120 മില്യൺ നിന്ന് 2024-25 കയറ്റുമതിയിൽ $520 മില്യൺ എത്തിയത് ഈ മേഖലയിൽ രാജ്യത്തിന്റെ ശുഭപ്രതീക്ഷകൾക്ക് ഇന്ധനം പകരുന്നതാണ്. 3 വീലർ ഇലക്ട്രിക് കുതിപ്പ് 1-ാം സ്ഥാനം നിലനിർത്തി ഭാരതം. ഇലക്ട്രിക് വാഹന മേഖലയിൽ തുടർച്ചയായ 2-ാം വർഷവും ഇലക്ട്രിക് 3 വീലർ വാഹനങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയായി ഭാരതം തുടരുകയാണ്. പാരീസ് ആസ്ഥാനമായുള്ള എനർജി റെഗുലേറ്ററായ ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഗ്ലോബൽ EV ഔട്ട്ലുക്ക് 2025 റിപ്പോർട്ടിലാണ് ആഗോള ഇലക്ട്രിക് 3 വീലർ വിപണിയിൽ ഭാരതം തന്റെ സാന്നിധ്യം ശക്തമായി തുടരുന്നത്. 2023 ചൈനയെ മറികടന്ന് രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് 3 വീലർ വാഹന വിപണിയായി മാറിയത്. 2024 ഈ സ്ഥാനം നിലനിർത്തി കഴിഞ്ഞ വർഷം ഈ വിൽപ്പന പ്രതിവർഷം 20% വർദ്ധിപ്പിച്ച് ഏകദേശം 7 ലക്ഷം യൂണിറ്റിലെത്തിയത് നേട്ടം നിലനിർത്തുവാൻ സഹായകമായി. പ്രധാനമന്ത്രി ഡ്രൈവ് സ്കീമിന് കീഴിലുള്ള നയപരമായ പിന്തുണയാണ് ഇലക്ട്രിക് വാഹന രംഗത്ത് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം രാജ്യത്ത് ഉണ്ടാക്കാൻ കാരണമായത്. 2024 വാണിജ്യ ആവശ്യങ്ങൾക്കായി 3 ലക്ഷത്തിൽ അധികം ഇലക്ട്രിക് 3 വീലർ വാഹനങ്ങൾക്കാണ് കേന്ദ്ര ബഡ്ജറ്റ് പിന്തുണ വകവരുത്തിയത്. പ്രകൃതി സൗഹൃദ വാതകങ്ങൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ഗതാഗത മേഖല പരിഷ്കരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളുടെ വലിയ വിജയമാവുക കൂടിയാണ് പുറത്തുവരുന്ന ഈ ഇലക്ട്രിഫയിങ് കണക്കുകൾ. അമൃത ഭാരതം, ഇത് ഭാരതത്തിൻ്റെ റെയിൽവേയുടെ പുതിയ മുഖം. പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങിയിരുന്ന പഴയ കാലത്ത് നിന്ന് ഭാരതം അതിവേഗം മാറി സഞ്ചരിക്കുന്നു. മൂക്കുപൊത്തി കടന്നു പോകേണ്ടി വന്നിരുന്ന റെയിൽവേ സ്റ്റേഷനുകളെ ഇന്ന് അന്താരാഷ്ട്ര വിമാനത്താവള മാതൃകയിലാണ് പുനർജനിപ്പിച്ചിരിക്കുന്നത്. റെയിൽവേ വികസനത്തിൽ പുത്തൻ അധ്യായം സൃഷ്ടിച്ച നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ കേരളത്തിലെ വടകര, ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ രാജ്യത്ത് ഉടനീളമായി 103 സ്റ്റേഷനുകളാണ് പുതിയ മുഖത്തോടെ ആധുനികവും ജനസൗഹൃദവുമായി യാത്രക്കാർക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നത്. കേരളത്തിൽ തലസ്ഥാന നഗരി ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഈ പദ്ധതിയിൽ പണി പൂർത്തീകരിച്ചും കൊണ്ടിരിക്കുന്നവയാണ്. 2022 ഡിസംബർ ആരംഭിച്ച അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി 1300-ലധികം റെയിൽവേ സ്റ്റേഷനുകളെയാണ് ആധുനിക സൗകര്യങ്ങളോടെ അണിയിച്ചൊരുക്കുവാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. യാത്രാ സേവനങ്ങളെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനൊപ്പം മികച്ച സൗകര്യങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് അമൃത് ഭാരതിൻ്റെ റെയിൽവേ വികസനം. പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള സെയിൽസ് ഹബ്, ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം പോലെയുള്ള പദ്ധതികളും സമ്പൂർണ്ണമായ വൈദ്യുതീകരിച്ച റെയിൽ പാതകളും മാറ്റത്തിൻ്റെ മറ്റൊരു ചൂളംവിളിയാണ്. ഏറെക്കാലമായി വികസന മുരടിപ്പ് അനുഭവിച്ചിരുന്ന രാജ്യത്തെ റെയിൽവേ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വികസനത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിച്ചപ്പോൾ പുനരുജ്ജീവനത്തിൻ്റെ പാതയോടൊപ്പം ടിക്കറ്റ് ഇതര വരുമാനത്തിലും നേട്ടം ഉണ്ടാക്കിക്കൊണ്ട് കുതിപ്പ് തുടരുകയാണ്. വ്യോമ പ്രതിരോധം ഡബിൾ സ്ട്രോങ് ആകും. സുദർശൻ ചക്ര S-400 വീണ്ടും ഭാരതത്തിലേക്ക്. ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ നട്ടല്ലൊടിച്ച S-400 2 കൂടി വൈകാതെ ഭാരതത്തിന്റെ മണ്ണിലേക്കെത്തുന്നു. വ്യോമ പ്രതിരോധം ശക്തമാക്കുന്നതിനോടൊപ്പം രാജ്യത്തിന്റെ ആയുധ പോർമുനകളുടെ വീര്യം വർദ്ധിപ്പിക്കുക കൂടിയാണ് S-400ന്റെ കൈമാറ്റത്തിലൂടെ ഭാരതം ലക്ഷ്യം വയ്ക്കുന്നത്. പാകിസ്ഥാനെ മുട്ടുമടക്കിച്ച S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ബാക്കി യൂണിറ്റുകളുടെ കൈമാറ്റം വേഗത്തിലാക്കുവാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യൻ ജെയിംസ് ബോണ്ട് അജിത് ഡോവൽ തന്നെ നേരിട്ട് റഷ്യയിലേക്ക് പറക്കും. ഭാരതത്തിന്റെ ആയുധ വ്യാപാര ചരിത്രത്തിൽ സുപ്രധാനമായ കൈമാറ്റമായിരുന്നു റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 സുദർശൻ ചക്രയുടേത്.
പാകിസ്ഥാൻ അയച്ച 300-ലധികം ഡ്രോണുകളെയാണ് S-400 തകർത്തുവിട്ടത്. ആകാശ പ്രതിരോധത്തിൽ കോട്ട കെട്ടി സംരക്ഷിക്കുകയും എതിരാളികളെ നശിപ്പിക്കുകയും ചെയ്ത S-400 വീണ്ടും സേനയുടെ ഭാഗമാകുന്നതോടെ വ്യോമ പ്രതിരോധത്തിൽ ഇരട്ടി ശക്തി ആർജിക്കുകയാണ് ഭാരതം. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ശക്തി തെളിയിച്ച ഭാരതത്തിൻ്റെ ആയുധങ്ങൾക്ക് ആഗോളതലത്തിലും വലിയ സ്വീകാര്യതയാണ് നേടിക്കൊടുക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിലൂടെ ഒരു ഇറക്കുമതി രാഷ്ട്രത്തിൽ നിന്ന് ആയുധ വിപണനത്തിലും ലോകരാജ്യങ്ങളോടൊപ്പം നിൽക്കുകയാണ് ഇന്ന് ഭാരതം.